ഗോവിന്ദച്ചാമി ജയിൽ ചാടാൻ തീരുമാനിച്ച വിവരം സഹതടവുകാരൻ അറിയാമായിരുന്നു എന്ന് മൊഴി. തമിഴ്നാട് സ്വദേശിയായ സഹതടവുകാരനാണ് മൊഴി നൽകിയത്. ജയിൽ ചാട്ടത്തിനുള്ള ആസൂത്രണം തുടങ്ങിയിട്ട് ആഴ്ചകളായെന്നും സഹതടവുകാരനും ജയിലിൽ ചാടാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും മൊഴി. അതേസമയം ജയിൽ ചാട്ടം തനിച്ച് നടപ്പാക്കിയതെന്ന ഗോവിന്ദച്ചാമിയുടെ പ്രാഥമിക മൊഴിയുമുണ്ട്. അനൽക സെയ്ദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് കണ്ണൂരിൽ നിന്ന്. അനൽക, വ്യത്യസ്ത മൊഴികളാണ്. ഗോവിന്ദച്ചാമിയുടെ മൊഴി ഈ സഹതടവുകാരനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണോ? ഈ ജയിൽ ചാട്ടത്തിനുള്ള ആസൂത്രണത്തിൽ ഈ സഹതടവുകാരനും പങ്കാളിയായിരുന്നോ? ബിനിൽ, അല്പനേരങ്ങൾക്ക് മുമ്പാണ് ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയായത്. ഇതുമായി ബന്ധപ്പെട്ട് ഗോവിന്ദച്ചാമിയുടെ അറസ്റ്റ് കണ്ണൂർ ടൗൺ പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് അല്പനേരങ്ങൾക്കുള്ളിൽ ഇവിടെ നിന്ന്, അതായത് അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാകാൻ കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും ജയിലിലേക്ക് മാറ്റുന്ന കാര്യങ്ങളിലേക്ക്, നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഗോവിന്ദച്ചാമി പോലീസിന് നൽകിയ മൊഴി എന്ന് പറയുന്നത് ഈ തടവ് ചാടാൻ തീരുമാനിച്ച വിവരം സഹ തടവുകാരന് അറിയാമായിരുന്ന രീതിയിലൊരു മൊഴിയാണ് പോലീസ് ചോദ്യം ചെയ്യലിൽ ഗോവിന്ദച്ചാമി നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള സഹ തടവുകാരനാണ് ഇത്തരത്തിലൊരു മൊഴി നൽകിയിട്ടുള്ളത്. ജയിൽ ചാട്ടത്തിനുള്ള ആസൂത്രണം തുടങ്ങിയിട്ട് ആഴ്ചകളായി എന്നും ഈ മൊഴിയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സഹ തടവുകാരൻ ജയിൽ ചാടാൻ പദ്ധതിയിട്ടിരുന്ന ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. അതോടൊപ്പം തന്നെ ഈ കമ്പിക്കുള്ളിൽ പുറത്ത് ചാടാൻ കഴിയാത്തത് അല്ലെങ്കിൽ കഴിഞ്ഞില്ലും തടവുകാരൻ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധിയായിട്ടുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജയിൽ ചാട്ടുമായി ബന്ധപ്പെട്ട് ഗോവിന്ദച്ചാമിക്ക് എങ്ങനെയാണ് ജയിലിലെ സെല്ലിന് കമ്പി മുറിക്കാൻ കഴിഞ്ഞത്, അതോടൊപ്പം തന്നെ ഈ ഒറ്റക്കയ്യാനായ ഗോവിന്ദച്ചാമിക്ക് തനിച്ചതിന് കഴിയുമെന്ന ചോദ്യങ്ങൾക്ക് തന്നെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ കമ്പി മുറിക്കാൻ ഉപയോഗിച്ച ആയുധം ജയിൽ അധികൃതരിൽ നിന്ന് മറച്ചുവെക്കാൻ ഗോവിന്ദച്ചാമിക്ക് എങ്ങനെ സാധിച്ചു എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടങ്ങളിൽ പോലീസിന് നൽകിയ മൊഴി പോലീസ് അത് വിശ്വാസത്തിൽ എടുത്തിരുന്നില്ല. പിന്നീട് അതിന് ശേഷമാണ് ഇത്തരത്തിൽ രണ്ടാം ഘട്ട മൊഴി ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജയിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ജയിൽ ചാടിയതെന്ന കാര്യമാണ് ഈ ഗോവിന്ദച്ചാമി പോലീസിന് നൽകിയ മൊഴിയിൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കമ്പി മുറിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അത് ഈ അധികൃതരുടെ അല്ലെങ്കിൽ ജയിൽ വാർഡന്റെ ഒന്നും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ഈ മുറിച്ച കമ്പിയുടെ ഭാഗത്തൊക്കെ തന്നെ നൂൽ ചുറ്റിവെക്കുന്ന ഒരു കാര്യം ഈ ഗോവിന്ദച്ചാമി ചെയ്യുകയും ചെയ്തിരുന്നു. അത് ഈ അധികൃതരുടെ ശ്രദ്ധ ഇവിടേക്ക് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്തരത്തിലൊരു കാര്യം ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ രക്ഷപ്പെടാനായി ഈ ഗോവിന്ദച്ചാമി ഉപയോഗിച്ച തുണികൾ എന്ന് പറയുന്നത് ജയിൽ മോചിതരായവരുടെ തുണികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഇലക്ട്രിക് ഫെൻസിങ്ങിന് താഴേക്ക് ഗോവിന്ദച്ചാമിക്ക് ഇറങ്ങാൻ ഉപയോഗിച്ചതെന്നും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 4 കൂടിയിട്ട് തന്നെ ഇവിടെ നിന്ന് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോടതിയിലേക്ക് ഗോവിന്ദച്ചാമിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും ജയിലിലേക്ക് അയക്കുന്നതിലേക്ക് നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുക. ബിനിൽ, അനൽക, നടപടികളിലേക്ക് പോലീസ് കടക്കാൻ പോവുകയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആസൂത്രണം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മൊഴികളുടെ കൃത്യത, വിശ്വാസ്യത ഉറപ്പാക്കുക എന്നുള്ളതാണ്. ആരും സഹായിച്ചിട്ടില്ല എന്നുള്ള ആ മൊഴിയിൽ അദ്ദേഹം, ഈ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന കൊടും ക്രിമിനൽ ഉറച്ചു നിൽക്കുകയാണ്. അയാൾ ഒരു കൊടും ക്രിമിനൽ ആയതുകൊണ്ട് തന്നെ അയാളുടെ മൊഴിയെ ആ വിധത്തിൽ വിശ്വസിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ആസൂത്രണം ചെയ്യുന്നതിന് ഈ സഹതടവുകാരനായിട്ടുള്ള ആളല്ലാതെ മറ്റാരെങ്കിലും സഹായം നൽകിയിട്ടുണ്ടോ? ജയിലിനുള്ളിൽ നിന്ന് ആ സഹായങ്ങൾ എങ്ങനെയാണ് അയാൾക്ക് ലഭ്യമായിട്ടുള്ളത്? ആരാണ് ഈ ടൂൾ നൽകിയിട്ടുള്ളത്? ഒപ്പം തന്നെ ഗോവിന്ദച്ചാമി നീക്കങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ജയിൽ അധികൃതർക്ക് ഒരു വിവരവും ഉണ്ടായിരുന്നില്ലേ എന്നുള്ള അസ്വാഭാവികമായ പശ്ചാത്തലങ്ങളിൽ അയാളെ കണ്ടിട്ട് പോലും, അതായത് നിരന്തരം ബിരിയാണി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി വളരെ പെട്ടെന്ന് ഡയറ്റിലേക്ക് കടക്കുന്നത് പോലെ ചപ്പാത്തി മാത്രം കഴിക്കുക, ശരീരഭാരം കുറയ്ക്കുക എന്നുള്ളതൊന്നും അസ്വാഭാവികമായിട്ട് ഇയാളെ നിരീക്ഷിക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് തോന്നിയില്ല എന്ന ചോദ്യം കൂടി നിലനിൽക്കുകയാണ് അവിടെ. അതെ, തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ശ്രമം ഗോവിന്ദച്ചാമി നടത്തുമ്പോൾ തന്നെ അത്തരത്തിലൊരു സംശയം സ്വാഭാവികമായിട്ട് വരും. അതായത് ഈ ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരുന്ന ജയിൽ അതിസുരക്ഷ ജയിലാണ്. അത്തരമൊരു ജയിലിൽ നിന്ന് എങ്ങനെയായിരിക്കും പിന്നെ ഈ ഗോവിന്ദച്ചാമി അത്തരം ഒരു ജയിൽ ചാട്ടം നടത്താൻ മുതിരുക എന്ന ചോദ്യം ഉള്ളപ്പോൾ തന്നെ അതിന് മറ്റുള്ള ആൾക്കാരുടെ സഹായം ലഭിച്ചിരുന്നു എന്ന കാര്യം അത് പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ജയിലിലെ അതിസുരക്ഷാ ജയിലിനകത്താണ് ഈ ഗോവിന്ദച്ചാമിയെ കഴിഞ്ഞിരുന്നത്. ചതുരാകൃതിയിൽ ക്രമീകരിച്ചിരുന്ന ഈ 10ാം ബ്ലോക്ക് ജയിലിലെ ജയിൽ
എന്നാണ് അറിയപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഈ 10ാം ബ്ലോക്കിന് മാത്രമായി പ്രത്യേക മതിലും ഗേറ്റുമുണ്ട്. പുറത്തിറങ്ങിയാൽ 4 ഭാഗത്ത് മാത്രം ചുവരിന്റെ 4 ഭാഗം ചുവർ മാത്രമാണുള്ളത്. അതോടൊപ്പം തന്നെ ഈ നിരന്തരം ആ ഭാഗത്ത് വാർഡന്റെയും ഒക്കെ തന്നെ ജയിൽ വാർഡന്റെയും ഒക്കെ തന്നെ കൃത്യമായ നിരീക്ഷണമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഗോവിന്ദസ്വാമിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒക്കെ തന്നെ സഹായം ഈ ഗോവിന്ദസ്വാമിക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അത് പോലീസ് പരിശോധിച്ചു വരികയാണ്. സ്വാഭാവികമായിട്ട് നേരത്തെ ബിനിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ജയിലിലെ കമ്പി മുറിക്കാൻ ഉപയോഗിച്ച ബ്ലേഡ് എങ്ങനെയാണ് ഈ ഗോവിന്ദസ്വാമിക്ക് കിട്ടിയത് എന്ന കാര്യത്തിലൊക്കെ തന്നെ അത് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരമൊരു ശ്രമം ഗോവിന്ദസ്വാമി നടത്തുമ്പോൾ തന്നെ അതിന് മാസങ്ങൾ നീണ്ട അല്ലെങ്കിൽ ഒരു ആസൂത്രണം വേണ്ടിവരും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യവുമല്ല. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഈ പുറത്ത് വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അല്പനേരങ്ങൾക്കുള്ളിൽ ഈ പോലീസ് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി അല്പനേരങ്ങൾക്കുള്ളിൽ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതിനുശേഷമായിരിക്കും ഈ ജയിലിലേക്ക് മാറ്റുന്ന നടപടികളിലേക്ക് കടക്കുക. ശരി, അപ്പോൾ അല്പനേരത്തിനോടകം തന്നെ ജയിലിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും, റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കും. അനൽക സെയ്ദാണ് അവിടെ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേർന്നത്. ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഗോവിന്ദസ്വാമി ഉള്ളത്. ഗോവിന്ദസ്വാമിയെ പുറത്തിറക്കുന്ന മുറയ്ക്ക് നമുക്ക് അനൽക്കയിലേക്ക് മടങ്ങിയെത്താം.